ലോകത്തെ ഏറ്റവും വേഗതയേറിയ ബാലിസ്റ്റിക് മിസൈൽ ഇനി ഇന്ത്യക്ക് സ്വന്തം. പാകിസ്ഥാന്റെ അടക്കം മുക്കുമൂലയും ചുട്ട് ചാമ്പലാക്കാൻ ശേഷിയുള്ള മിസൈലാണ് ഇന്ത്യയുടെ പക്കലുള്ളത്. അമേരിക്കയെ കടത്തിവെട്ടി അഗ്നി മിസൈലിന്റെ വേഗത മണിക്കൂറിൽ 30,000 കിലോമീറ്റർ. റഡാറുകളും വ്യോമ പ്രതിരോധങ്ങളും ഇനി വിയർക്കും. 50,000 കിലോ ഭാരമുള്ള ഇതിൽ 1000 കിലോ വരെ ആണവ ബോംബ് നിറയ്ക്കാൻ സാധിക്കും. ഇത്രയധികം ദൂരപരിധി കൈവരിച്ചിട്ടുള്ള മിസൈലിന്റെ കഴിവിൽ ചൈനയുടെ മുഴുവൻ പ്രദേശങ്ങളും ഇതിൽ ഉൾപ്പെടും. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയ കീഴടക്കുവാനും ആകാശ ദൂരത്തിൽ എത്തിക്കുവാനും ഈ മിസൈലിന് കഴിയുമെന്നും മറ്റൊരു വസ്തുതയാണ്. ഏഷ്യയുടെ ഏറെക്കുറെ തന്നെ എല്ലാ ഭാഗവും ഇതെത്താൻ സാധിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനം അതായത് DRDO ആണ് അഗ്നി 5 വികസിപ്പിച്ചെടുത്തത്. അതുപോലെ തന്നെ 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഒരു ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണിത്. കരയിലെ ആണവ പ്രതിരോധത്തിന് രാജ്യത്തിന്റെ നട്ടെല്ലായ അഗ്നി സീരീസിലെ ഏറ്റവും നൂതനമായ മിസൈൽ കൂടിയാണ്. 2035 കൂടി തന്നെ മിഷൻ സുദർശൻ ചക്ര എന്ന പേരിൽ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രാജ്യവ്യാപകമായി തന്നെ ഒരു സുരക്ഷാ കവചം വികസിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണിത്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ, അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, മിസൈലുകൾ, ഉയർന്ന ഊർജ ലേസർ അധിഷ്ഠിത ഡയറക്റ്റ് എനർജി വെപ്പൺ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിഷൻ സുദർശൻ ചക്ര ആരംഭിക്കുകയായിരുന്നു. അതിനായി പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇന്ത്യയും തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളെയും അതിർത്തിക്കുള്ളിലും നിർണായക കേന്ദ്രങ്ങളിലും ദീർഘദൂര മിസൈലുകൾ, വിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി തന്നെ ലക്ഷ്യമിട്ടുള്ള ഒരു സമഗ്രവും ബഹുതലവും നെറ്റ്വർക്ക്ഡ് സംവിധാനവുമാണിത്. ഈ സുരക്ഷാ കവചം നിരീക്ഷണം, സൈബർ സുരക്ഷ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ബഹുതല സംരക്ഷണം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇത് അതിർത്തികളിലും നിർണായക സ്ഥാപനങ്ങളിലും ദീർഘദൂര മിസൈലുകൾ, വിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയ പരീക്ഷണങ്ങളെ അല്ലെങ്കിൽ ആ ഭീഷണികളെ ഒക്കെ തന്നെ കണ്ടെത്തുവാനും നശിപ്പിക്കുവാനും ശേഷിയുള്ളതായി തന്നെ വ്യക്തമാക്കുന്നു. ഈ പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കരുത്തുറ്റ മുന്നേറ്റങ്ങളാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അഗ്നി 5ന്റെ വിജയകരമായ പരീക്ഷണവും തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ പ്രതിരോധ കവചത്തിന്റെ മുന്നേറ്റവും ശത്രു രാജ്യങ്ങൾക്ക് ഒരേപോലെ തന്നെ ഭീഷണിയാണ് ഉയർത്തുന്നതും. ഇന്ത്യയും സുദർശൻ ചക്ര എന്ന ഈ സ്വയം പ്രതിരോധ സംവിധാനം പൂർത്തിയാകുന്നതോടുകൂടി തന്നെ രാജ്യത്തിന്റെ സുരക്ഷ കൂടുതൽ ശക്തമാകും. ഒഡീഷയിലെ ബാലാസോർ ജില്ലയിലെ ചാന്ദിപ്പൂർ ശാന്തമായ കടൽ തീരമുള്ള ഒരു ഗ്രാമം പലർക്കും ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമായിരുന്നു. എന്നാൽ അതിനപ്പുറം രാജ്യത്തിന്റെ ഏറ്റവും ആധുനിക മിസൈലുകൾക്ക് പറന്ന് ഉയരാനുള്ള ഒരു പരീക്ഷണ വേദി കൂടിയാണ് എന്നതായിരുന്നു പിന്നീട് മറ്റൊരു പ്രസക്തമായ കാര്യം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മിസൈൽ ഹൃദയഭൂമി, മിസൈൽ പ്ലേഗ്രൗണ്ട് തുടങ്ങിയ വിശേഷണങ്ങളിൽ ചാന്ദിപ്പൂരിനെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു പേര് ഈ ഒരു സ്ഥലത്തിന് ലഭിക്കുന്നതും. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അതായത് DRDO നടത്തുന്ന ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് കഴിഞ്ഞ 43 വർഷമായി തന്നെ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ഹ്രസ്വദൂര മിസൈലുകൾ മുതൽ ഭൂഖണ്ഡാന്തര മിസൈലുകൾ വരെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മിസൈലുകൾ പരീക്ഷണങ്ങളും നടത്തുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. ഷോർട്ട്, മീഡിയം റേഞ്ച് പുറമെ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച പ്രൊഫഷണൽ സിസ്റ്റങ്ങളുടെ ഒക്കെ തന്നെ പരീക്ഷണം അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് റേഞ്ചിൽ വെച്ചാണ് നടത്തുന്നതും. ഇവിടെ തന്നെയാണ് അഗ്നി 5ന്റെ പരീക്ഷണവും വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് ഗുബു നന്ദുരുച്ചി മാട്ടിൽ വക്കാലക്ക ഓഫർ.